വെൽക്കം ടു ദ റെസിപ്പീസ് ഓഫ് അഞ്ജലി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഡിഷ് മഷ്റൂം ബിരിയാണിയാണ്, തമിഴ്നാട് സ്റ്റൈല്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീര റൈസ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 നിമിഷത്തോളം സോക്ക് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളത്. പിന്നെ 2 പുളിപ്പില്ലാത്ത തക്കാളി. നെക്സ്റ്റ് നമ്മൾ മിൻ്റാണ് എടുക്കുന്നത്. മിൻ്റ് യൂഷ്വലി നമുക്ക് നല്ല ബെനിഫിറ്റുള്ള സാധനമാണ്. നമ്മുടെ മൈഗ്രെയിനൊക്കെ പോവാനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ നമ്മുടെ മല്ലിയിലയാണ്, ഇത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. മഷ്റൂമാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ട്. നെക്സ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരളവിൽ വേണം മഷ്റൂം കട്ട് ചെയ്തെടുക്കാൻ. ജിഞ്ചർ ഗാർലിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, പേസ്റ്റ് മിക്സിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി, സവാള നീളത്തിൽ അരിഞ്ഞത് വേണം. പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മിൻറ്റ് ഉതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര് വേണം. ഒരു ഹാഫ് ലെമൺ, അതും നമുക്ക് അത്യാവശ്യമാണ്. നെക്സ്റ്റ് നമ്മുടെ സ്പൈസസ് ആണ്. ഏലക്കയുണ്ട്, ഗ്രാമ്പുണ്ട്, പിന്നെ പട്ട, നമ്മുടെ ബിരിയാണി ഇല. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് 1 സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിക്കാം. സ്പൈസസ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അരിഞ്ഞ് വെച്ച ആ സവാള അങ്ങോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ യൂഷ്വലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീട്ടിൽ തന്നെ അരയ്ക്കുക, പുറത്ത് നമുക്ക് റെഡിമെയ്ഡായിട്ടും കിട്ടും കേട്ടോ. പക്ഷേ ടേസ്റ്റിന് നമ്മൾ വീട്ടിൽ അരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പച്ചമുളക് ഇടുക. ശേഷം നമ്മൾ എടുത്ത് വെച്ച പുതിനയും പിന്നെ നമ്മുടെ മല്ലിയിലയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. തക്കാളിയും അത്യാവശ്യം ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഈ ഒരു വേവ് ആവുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ചൊരു ഗരം മസാല. ഈ അളവ് എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇടാം. പിന്നെ ഒരു 2 ടീസ്പൂണോളം തൈരിടാം കേട്ടോ. തൈരിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഈ ലെമണിൻ്റെ ചാറ് നന്നായിട്ട് പിരിഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് നമ്മൾ കഴുകി വെച്ച മഷ്റൂം ആഡ് ചെയ്യുവാണ്. നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കണേ. ഇനി നമുക്ക് സാൾട്ട് ഇടാം. ഫസ്റ്റ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചപ്പോഴേ കുറച്ച് ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. സോ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. കാരണം നമ്മൾ 1 കപ്പ് ജീര റൈസേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ 1.5 കപ്പ് വെള്ളം മതി. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അത് കഴുകി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അത് അങ്ങോട്ട് ആഡ് ചെയ്യാണ് അരി. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വിസിലെടുക്കാൻ പോവുകയാണ്. അപ്പം ഒരേ ഒരു വിസിൽ മതി കേട്ടോ. അത് ആ വിസിൽ വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പച്ചടി ചെയ്യാമെന്ന് വിചാരിച്ചു. സവാളയും തക്കാളിയും പിന്നെ തൈരും ഉപ്പും ഒക്കെ ഇട്ട് സൈഡ് ഡിഷായിട്ട് വെക്കാനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതേ റെഡിയാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം അല്ലേ. നെയ്യിട്ടിട്ട് നന്നായിട്ട് കലക്കി എടുത്ത് പ്ലേറ്റിൽ സെർവ് ചെയ്യാം. നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക്